ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു വോൾക്സ്വാഗൻ്റെ വാനാണ്, മൾട്ടി വാനാണ്. ഇതൊരു 7 സീറ്റർ വാഹനമാണ് ആക്ച്വലി. പക്ഷേ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് 7 സീറ്റർ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ 2 സീറ്റും അതേമാതിരി തന്നെ റിയറിൽ 2 സീറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ടയർ പ്രഷറിൻ്റെ വാർണിംഗ് ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടയർ പ്രഷറിൻ്റെ വാർണിംഗ് ലൈറ്റ് എങ്ങനെയാണ് ഈ വാഹനത്തിൽ സെറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് പല ഡൗട്ടും തോന്നിയേക്കാം, ഇതിന് സ്വിച്ച് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ എന്നാൽ ഈ ഒരു വാഹനത്തിന് ടയർ പ്രഷർ സെറ്റ് ചെയ്യുന്ന സ്വിച്ചും കാര്യങ്ങളൊന്നും വേറെ കൊടുത്തിട്ടില്ല. ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഞ്ചിൻ ഓയിൽ സർവീസ് ഡ്യൂ ആവാറായിട്ടുണ്ട്. അപ്പോൾ 90 ഡേയ്സ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിയറിങ്ങിലുള്ള ഈ സ്വിച്ച് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ മെനുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ അധികം സെറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാം. അതിൻ്റെ അകത്ത് ഈ സെറ്റിംഗ് എന്നുള്ള ഓപ്ഷനിൽ പോകണം. ഈ ഒരു സെറ്റിംഗ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇത് താഴോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയായിട്ട് ടയറിൻ്റെ ഇൻഫർമേഷൻ കാണാം. അതുണ്ടല്ലോ, ടയർ പ്രഷർ. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും കുറച്ച് ഓപ്ഷൻ കാണാം. ആ സാധനം നമുക്ക് വീണ്ടും കൺഫർമേഷൻ കൊടുക്കണം. അതുണ്ടല്ലോ, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ വാണിംഗ് പോകുന്നതാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ പലർക്കും ഇതൊരു ഡൗട്ട് തോന്നിയേക്കാം, എവിടെ നിന്നൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്, സ്വിച്ച് ഉണ്ടോ എന്നൊക്കെ തപ്പി നോക്കാറുണ്ട് പലരും. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ സ്വിച്ചും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിലോ ഇതേപോലെയുള്ള ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോ ചാനലിലൂടെ വരുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.